ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു പാഡ് 2 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു പാഡ് 2 Pro എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സറാണ്. MediaTek Dimensity 9300+ എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഈ ഒരു ഡിവൈസ്. പിന്നെ ഇതിൽ LPDDR5Xന്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബ് പെട്ടെന്ന് ഹീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് 3D കൂളിംഗ് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏരിയ 37,000 mm² വരെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. NFC-യുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Android 14 ബേസിലുള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ഇപ്പം ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11,500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അതുമാത്രമല്ല USB 3.2 Gen 1ന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് 679 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.64 mm ആണ്. സ്റ്റൈലസ് പെന്നിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കീബോർഡിന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 13 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 3.1K റെസൊല്യൂഷൻ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2064x3096 ആണ്. പിന്നെ LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 39,900 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ടാബ്ലറ്റ് ആണ്, അത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഈ ഒരു ടാബിൽ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 nits ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വലിയ തരക്കേടില്ല എന്ന് പറയാം. ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. AMOLED ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നാൽ കുറച്ചും കൂടി നന്നായനെ. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 13 MP ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടാബ്ലറ്റ് ആണ്. ടാബ്ലറ്റ് എന്ന് പറയുന്നത് പൊതുവെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. അപ്പോൾ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്ര ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ടാബ് ആയതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3,399 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 39,900 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ 45,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യു പാഡ് 2 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.